ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. 3 സ്ഥാനാർത്ഥികളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നത്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. രാവിലെ 9 മണിക്ക് പേപ്പർ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തുടർന്ന് ഫലം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ വേദിയിലേക്ക് ആനയിക്കുകയും ചെയ്തു. നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. ജൂൺ 3 വരെയാണ് 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചാ സഭയിൽ നടക്കും. അടുത്ത മാസം 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18-ന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവരും കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത മാസം 1-ന് പുറപ്പെടുവിക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒഴിവ് വരുന്ന ഓരോ രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അടുത്ത മാസം 18-ന് നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ, പ്രദേശത്തെ MLA VP സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കി. ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് മരട് പോലീസിന്റെ പിടിയിലായത്. അതിനിടെ കേസിലെ 1-ാം പ്രതി സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാഗ്ദാനങ്ങൾ നൽകി ദുബായിൽ എത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മയക്കുമരുന്ന് ബലമായി നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൂലിഡസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴയിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തും തമിഴ്നാട് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വിവിധ ദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെ ഉത്സവത്തിന് തുടക്കമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്നത് മുതൽ കഠിനമായ വ്രതം നോറ്റുകൊണ്ടാണ് സാധന സാമഗ്രികൾ ഒരുക്കുന്നത്. ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണിയ സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ വിളക്ക് തിരിയുമായി പുറപ്പെട്ടു. നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ K മുരളീധരൻ, CP ജോൺ എന്നിവരും പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാകുന്നത്. 60 രൂപ പ്രീമിയം നിരക്കിൽ 5 ലക്ഷം രൂപയാണ് പോളിസി തുക. കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫിന് ഇനി 20 ദിവസം മാത്രം. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെ അലയൊലികൾ കേരളത്തിലും പ്രകടമായി തുടങ്ങി. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് നടക്കുക. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം ഇപ്പോൾ തന്നെ ലോകകപ്പിനെ സ്വാഗതം ചെയ്തുള്ള ബോർഡുകളും ബാനറുകളും വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. മലപ്പുറത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള ബൈസിക്കിൾ കിക്കിന്റെ രൂപം നിർമ്മിച്ചാണ് ആരാധകർ ഇടം പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ ബൈസിക്കിൾ കിക്ക്. പോരാട്ടം വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിലും ആവേശം കൊടുമ്പിരിക്കൊള്ളുമെന്ന് ഉറപ്പാണ്. IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന സെൻസസ് 2027ന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാരുടെ 2ാം ബാച്ചിന്റെ ആലപ്പുഴ ജില്ലാതല പരിശീലനം ആരംഭിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ADM B ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നാളെ വരെയാണ് പരിശീലനം. 2 ബാച്ചുകളിലായി ആകെ 76 പേർക്കാണ് പരിശീലനം നൽകുന്നത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.